ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരറ്റ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മാനിഫെസ്റ്റേഷൻ ടെക്നിക് ഏതാണ് എന്നുള്ളതാണ് ഈ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങൾ. പക്ഷേ ഏതൊരു മെത്തേഡാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കുക, ഏത് മെത്തേഡ് സ്വീകരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നൊരു സംശയം ഉണ്ട്, നിങ്ങൾക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷനൊക്കെ മാറുന്നതിന് ഈ റീഡിംഗ് നിങ്ങളെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1 ഇൻ ദ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം, ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൺഫർമേഷൻ കാർഡ് ഗൈഡൻസ് ഫോർമാറ്റിലാണ് ടെക്നിക്സ് കണ്ടെത്തുന്നത്. പിന്നെ അതിനുശേഷം യൂണിവേഴ്സിന് നിങ്ങളോട് ചില കാര്യങ്ങൾ, ചില ഇൻസ്ട്രക്ഷൻസ് ഇതിൻ്റെ ബേസിൽ നൽകാനുണ്ട്. ഓക്കെ, 100% സക്സസ്ഫുൾ ആയിട്ട് ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഇത്രയുമാണ് ഈ റീഡിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു എന്താ പറയുക 9 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ മെത്തേഡിന് അസോസിയേറ്റ് ആയിട്ടുള്ള കാർഡ്സ്, മേജർ അർക്കാന കാർഡ്സ് ഏതാണെന്ന് ഞാൻ പറയാം. അതൊഴികെ ബാക്കി ഒരു കാർഡ്സ് വീണാൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല, അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ കാർഡ്സ് നമുക്ക് കിട്ടേണ്ടത് വീൽ ഓഫ് ഫോർച്യൂൺ, എംപറസ്, ലവേഴ്സ്, മജീഷ്യൻ, ഫൂൾ, വേൾഡ്, ജസ്റ്റിസ്, ചാരിയറ്റ്, സ്ട്രെങ്ത്. ഇതിൽ ഏത് കാർഡാണോ വീഴുന്നത്, ആദ്യത്തെ 3 കാർഡുകൾ, ഇതിൽ നിന്ന് വീഴുന്ന ആദ്യത്തെ 3 കാർഡുകളാണ് നിങ്ങൾക്ക് 100% എഫക്റ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്. ഓക്കെ, ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സിന് അവർക്ക് ഏറ്റവും അനുയോജ്യമായ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഏതൊക്കെയാണ്? ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ തന്നെ ആദ്യം വീണിട്ടുണ്ട്. സ്റ്റാർ കാർഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എംപറർ ഇല്ല. ലവേഴ്സ്, ഇനിയൊരു ടെക്നിക്കും കൂടെ, ഫൂൾ. ഓ നോ, 2 എണ്ണം വേണം, ഒന്നും കൂടെ എടുക്കട്ടെ. 3 ടെക്നിക്സേ നമ്മൾ കൺസിഡർ ചെയ്യുന്നു കേട്ടോ. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക് കൂടെ പറയാമോ? ഓക്കെ, വേൾഡ്. ഇനി ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം കേട്ടോ. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ റെപ്രസെന്റ് ചെയ്യുന്നത് വിഷ്വലൈസേഷനെയാണ്. അപ്പോൾ അതായത് മെഡിറ്റേഷൻ മ്യൂസിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ബീച്ച് മന്ത്രാസ് ഒക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനെ വിഷ്വലൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തേത് പറഞ്ഞിട്ടുള്ളത് ലവേഴ്സ് കാർഡ് വന്നിക്കണേ. ലവേഴ്സ് കാർഡ് റെപ്രസെന്റ് ചെയ്ത് നറേഷൻ. അതായത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് എന്താണ് നടക്കാൻ ആഗ്രഹം, ആ കാര്യത്തിന് വേറൊരാളോട് നിങ്ങളത് നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം, ഓക്കെ, അത് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക, നറേറ്റ് ചെയ്യുക. അതാണ് നറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്പോസിറ്റ് ഒരാൾ ഇരിക്കണം എന്നില്ല, ആക്ച്വലി ഇരിക്കാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഓപ്പോസിറ്റ് ഒരാളുണ്ടെന്ന് സങ്കല്പിക്കാം. കുറെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ കണ്ടുമുട്ടി നിങ്ങളുടെ ഒരു സുഹൃത്താകാം, ഓക്കെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെയാകാം.
അപ്പൊ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ പറയാണ് ഓക്കെ ഇപ്പൊ ജോലിയുടെ കാര്യമാണ്, നമുക്ക് ജോലി എക്സാമ്പിൾ ആയിട്ട് വെക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ നറേറ്റ് ചെയ്യാൻ എന്താ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്, ലൈഫ് വളരെ റിലാക്സ്ഡ് ആണ്, പീസ്ഫുൾ ആണ്, എനിക്കിപ്പോൾ ജോലിയായി, ഞാൻ ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് കമ്പനി ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് പറയാം. ഓക്കെ, വളരെ സുഖമായിട്ട് പോണു ജോലിയിൽ, എൻ്റെ വളരെ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്, കൊളീഗ്സ് ഒക്കെ വളരെ സപ്പോർട്ടീവ് ആണ്. അങ്ങനെ ജോലിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആ ഒരു സ്പെസിഫിക് ജോബിൽ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നൊക്കെ നിങ്ങൾക്കൊരു എത്രത്തോളം സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാകാമോ അത്രയും നല്ലത്. സ്പെസിഫിക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ നറേഷൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിനെയാണ് നറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തേത് വേൾഡ് കാർഡ് ആണ്. അതായത് ജേർണൽ എൻട്രി ഇൻ ദ സെൻസ് ഒറ്റ സെന്റൻസ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജോലിയുടെ തന്നെ നമുക്ക് എടുക്കാം. എന്താ പറയാ, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് നൽകിയതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു എന്ന്, ഇതാണ് സെന്റൻസ്. ഓക്കെ, ഇപ്പൊ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ നറേഷൻ ചെയ്യുമ്പോഴും പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വേണം നറേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ഈ ജേർണൽ എൻട്രി ഈ പറഞ്ഞ ഒരൊറ്റ സിംഗിൾ സെന്റൻസിൽ നിങ്ങളുടെ വിഷ് നടന്നു കഴിഞ്ഞതായിട്ട് പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതുക. അതിൽ അവസാനിക്കുന്നത് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം. ഓക്കെ, ഒരൊറ്റ സെന്റൻസ് എല്ലാ ദിവസവും ഒരു സ്പെസിഫിക് ടൈം, ആ സ്പെസിഫിക് ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം ആ സമയത്തിന് പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പൊ എല്ലാ ദിവസവും രാത്രി 10:10. ഓക്കെ, അത് ആ എല്ലാ ദിവസവും രാത്രി 10:10 എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഈ ജേർണൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കണം. അതും ഈ ഒരു സെന്റൻസ് 21 പ്രാവശ്യം നിങ്ങൾ എഴുതണം, റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതണം. അത് തുടങ്ങുന്നത് എല്ലാ ദിവസവും ഒരേ സമയത്തായിരിക്കണം. അതാണ് അതിന്റെ ഒരു കണ്ടീഷൻ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയം ഏതാണോ ആ സമയത്ത് ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സെന്റൻസ് റിപ്പീറ്റഡ്ലി 21 ടൈംസ് എഴുതുക. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആഗ്രഹം പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുന്ന രീതിയിൽ വേണം അത് എഴുതാൻ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഓക്കെ, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് നൽകിയതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു എന്താ പറയാ 5 ഫിഗർ ഇൻകം എല്ലാ മാസവും എൻ്റെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഇതേ രീതിയിൽ എഴുതുക. ഓക്കെ, അപ്പൊ ഈ മൂന്നെണ്ണാണ് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്. അപ്പോൾ വിഷ്വലൈസേഷൻ, നറേഷൻ, ജേർണൽ എൻട്രി. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ എന്താ പറയണ്ടേ 3 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് 100% സക്സസ്ഫുൾ ആയിട്ട് 100% എഫക്റ്റീവ് ആയിട്ട് ഗ്രൂപ്പ് 1 കളക്റ്റീവ് ഉപയോഗിക്കുന്നതിന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അവർക്ക് നൽകാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ ന്യായമായതാണ് എന്ന ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, ന്യായമായതാണ്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുന്നത് മൂലം മറ്റൊരാൾക്ക് ഒരു ദോഷമോ അവർക്കൊരു നഷ്ടമോ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അതായത് നല്ല ഇന്റൻഷനോട് കൂടിയിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രമാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ ന്യായമായ ആഗ്രഹങ്ങളാണ്. ഓക്കെ, എന്താ പറയണ്ടേ, മറ്റൊരാൾക്കും ദോഷമില്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്കും ന്യായമായതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷനിലൊക്കെ ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ അർഹിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്കിൽസും ക്വാളിഫിക്കേഷനും വെച്ച് നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിനേക്കാൾ വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു ജോബ് മാനിഫെസ്റ്റ് ചെയ്യാൻ നിൽക്കുക, അതിനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ ഡിസേർവിംഗ് ആയിട്ടുള്ള പൊസിഷൻ, അത് ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഈ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്. പിന്നെ നിങ്ങളുടെ വാല്യൂസും പ്രിൻസിപ്പിൾസും നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ആഗ്രഹം നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ പ്രിൻസിപ്പിൾസ്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആ വാല്യൂസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ടല്ലോ, അത് ഒരു കാരണവശാലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ആരൊക്കെ നിങ്ങളോട് പറയണേ അതൊന്നും നോക്കൊന്നും വേണ്ട, അതിപ്പോ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്താൽ ഇതൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതിൽ അങ്ങോട്ട് ഒരു ടെംപ്റ്റഡ് ആയിട്ട് അത് പോയി ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആകാൻ പറയുന്നു. അതായത് ആരെങ്കിലും വന്ന് എന്നെ സഹായിക്കും, ആരെങ്കിലും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ജോലി കൊണ്ടുതരും എന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് ആക്ഷൻസ് ഒന്നും എടുക്കാതെ ഇരുന്നു കൊണ്ട് ഈ മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവില്ല. നിങ്ങൾ കാര്യങ്ങൾ സ്വയം
എന്താ പറയാ ഹാൻഡിൽ ചെയ്യുക. ഇൻ ദ സെൻസ് ഇതിന് നിങ്ങളുടെ ആഗ്രഹം ജോലിയാണെങ്കിൽ ആ ജോലി ലഭിക്കുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക, അത് നിങ്ങൾ തന്നെ ചെയ്യാം. ഓക്കെ, ഒരു സഹായം വരുന്നതിനായിട്ട് കാത്തിരിക്കരുത് എന്ന് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ഓവർ തിങ്കിങ് പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ ഒരുപാട് കാട് കയറി ചിന്തിക്കും തോറും നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി, ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം നടത്തിയെടുക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തത കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ അത് നിങ്ങൾക്കൊരു സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന, സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കാട് കയറിയുള്ള ചിന്തകളെ, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കംഫർട്ട് സോണിൽ പുറത്ത് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് ആ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സാധിക്കുള്ളൂ. ഓക്കെ, മറ്റാരുടെയെങ്കിലും ആഗ്രഹങ്ങളായിരിക്കരുത് അത് നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ട് അതാവരുത് നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് കൊണ്ട് നടത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഓക്കെ, കാരണം മറ്റൊരാൾ പറഞ്ഞ് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല, പക്ഷെ അവരൊക്കെ നല്ലതാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ലതാകുമായിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. ഓക്കെ, അപ്പൊ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നു, നടന്നാൽ തന്നെ നിലനിൽക്കൂല. വളരെ കോൺഫിഡന്റ് ആവാൻ പറയുന്നുണ്ട് നിങ്ങളോട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ എബിലിറ്റീസ്, ഇതിലൊക്കെ നിങ്ങൾ വളരെയധികം കോൺഫിഡന്റ് ആയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ കഴിവ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നേട്ടങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, അത് എത്ര ചെറുതാണെങ്കിലും അതിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുക. അങ്ങനെ നിങ്ങളൊരു വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ നിൽക്കണം. ഇൻ ദ സെൻസ് ഇൻസെക്യൂരിറ്റീസ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യണം എന്ന് പറയുന്നു. അതിനുശേഷം വേണം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ തുടങ്ങാൻ. പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. ഈ ഒരു കാര്യം, ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതായിരിക്കണം, നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്നതായിരിക്കണം. ഓക്കെ, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. മറ്റാർക്കെങ്കിലും സംതൃപ്തി നൽകുന്നത്, സന്തോഷം നൽകുന്നതല്ല, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യം, നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന കാര്യം, അതിനെയാണ്, ആ ഒരു ആഗ്രഹത്തെയാണ് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് നിങ്ങൾ എന്താ പറയേണ്ടത്, മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇപ്പൊ ഈ ഒരു എന്തൊരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അപ്പൊ അതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ അത് അക്നോളജ് ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം. അത് അതൊരു നേട്ടം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുന്നു, അവർ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഓഫർ ചെയ്യാണ്, അപ്പൊ അത് നിങ്ങളുടെ നേട്ടമാണ്. കാരണം നിങ്ങളുടെ അടുത്ത ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ കിട്ടിയത്. അപ്പൊ നിങ്ങൾ സ്വയം അഭിനന്ദിക്കാൻ മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ എഫേർട്ടിന്റെ ആണ് റിസൾട്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വയം അഭിനന്ദിക്കുക, ഈശ്വരനോട് നന്ദി പറയുക. കാരണം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് അടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെടുത്ത എഫേർട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കുകയാണ്. യൂണിവേഴ്സിനോട് അപ്പൊ നന്ദി പറയുക. അതിനെ നിങ്ങൾ അക്നോളജ് ചെയ്യുക. അത് എത്ര ചെറുതാണെങ്കിലും അതിനെ അക്നോളജ് ചെയ്യുക. ഓക്കെ, വില കുറഞ്ഞ് കാണരുത്. എല്ലാത്തിനും മുകളിലായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കണം. നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും എന്ന പൂർണ്ണ ബോധ്യം നിങ്ങളുടെ മനസ്സിൽ ഉറക്കണം. ആ ഒരു ബോധ്യം ഉണ്ടാവണം. ഓക്കെ, അതിലെത്തി നിന്നിട്ട് വേണം മാനിഫെസ്റ്റ് ചെയ്യാൻ. സംശയത്തോട് കൂടി ഇതൊക്കെ നടക്കുമെന്ന് തോന്നുന്നില്ല, എനിക്ക് നടന്നാൽ തന്നെ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കുറെ ടെൻഷൻസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് എന്താ പറയാ, അത് നേടിയെടുക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു വിഷയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മേഖലയിൽ ഒരു കാര്യത്തിന് അറ്റ് എ ടൈം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ജോലിയുടെ കാര്യം പറയാൻ വെച്ചാൽ ഒരു സ്പെസിഫിക് ജോബ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, പൊസിഷൻ ഇല്ലെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ ഇന്ന ഏരിയയിൽ എനിക്കൊരു ജോലി വേണം. ഓക്കെ, മാർക്കറ്റിങ്ങിൽ എനിക്കൊരു നല്ലൊരു പൊസിഷൻ, നല്ലൊരു ജോലി വേണം, അല്ലെങ്കിൽ ഫൈനാൻസിൽ എനിക്ക് നല്ലൊരു ജോലി വേണം, അല്ലെങ്കിൽ ബാങ്കിൽ എനിക്കൊരു നല്ല ജോലി കിട്ടണം, അങ്ങനെ ഗവൺമെന്റ് ജോലി എനിക്ക് കിട്ടണം, അങ്ങനെ. ഓക്കെ, അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കാൻ പറയുന്നു. അതായത് ഫോർ എക്സാമ്പിൾ, എനിക്ക് ബാങ്കിലാണ് ജോലി താല്പര്യം, ഇനി അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ജോലി ആയാലും മതി,
അതല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് സെക്ടറിലായാലും കുഴപ്പമില്ല, അങ്ങനെ പാടില്ല. അവിടെ നിങ്ങൾ തന്നെ ഒരു സ്ഥിരതയിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ല അവിടെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്താണ് വേണ്ടത് എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വെക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ തിരിച്ചറിയണം എന്താണ് നിങ്ങൾക്ക് ഒരു ജോലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയത് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്നത് ഏതാണ്, ഏതൊരു ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങൾ അത് ഏറ്റവും ആസ്വദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റുക, ആ ജോലിയിൽ ഫോക്കസ് ചെയ്യുക, അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, ജോലി ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ടാണ് പറയണത്. എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതുമായിട്ട് ഈ ഒരു മെസ്സേജിനെ കണക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളോട് അതുപോലെ തന്നെ പറയുന്നു, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഈ കാര്യം നടക്കണം എന്നൊരു നിർബന്ധമില്ല. അത് ഡിവൈൻ ടൈമിംഗ്, ഡിവൈൻ പ്ലാൻ അനുസരിച്ച് നടക്കൂ എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. മാത്രമല്ല, നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ അവസരങ്ങളെയും സ്വീകരിക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടായിരിക്കണം. നിങ്ങൾ അതിനെ സ്വീകരിക്കണം. ഓക്കെ, ഇപ്പൊ ജോലി തന്നെ നമുക്ക് വേണ്ടി ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ സ്പെസിഫിക് ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട അതേ മേഖലയിൽ തന്നെ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ജൂനിയർ പൊസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതേ ലെവലിൽ നിൽക്കുന്ന വേറെ ഏതെങ്കിലും മേഖലയിൽ ഒരു ജോലി ആയിരിക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരും, അതിനോട് അലൈൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന. ഓക്കെ, അതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ റെഡി ആയിരിക്കണം. പ്രതീക്ഷ വേണമെന്ന് പറയണം. ഓക്കെ, നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പ്രതീക്ഷയോടെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക. അത് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷ പതുക്കെ പതുക്കെ വിശ്വാസമായിട്ട് മാറണം. അങ്ങനെ ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, ഏറ്റവും ഒരു ബെസ്റ്റ് കേസ് സിനാരിയോ ആണ് എപ്പോഴും നിങ്ങൾ മനസ്സിൽ കാണേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ സംഭവിക്കാം എന്നുള്ളത് വേണം നിങ്ങൾ ചിന്തിക്കാൻ. നിങ്ങൾ പറയുമ്പോഴാണെങ്കിലും ചിന്തിക്കുമ്പോഴാണെങ്കിലും ഇമാജിൻ ചെയ്യുമ്പോൾ, വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഒക്കെ അത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ സംഭവിക്കാം എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. വേസ്റ്റ് കേസ് സിനാരിയോയിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുക. എത്രത്തോളം പ്രതീക്ഷയോടെ നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു, അത്രയും എളുപ്പത്തിൽ വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കറണ്ട് റിയാലിറ്റി, അത് എന്ത് തന്നെയാണെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, കറണ്ട് റിയാലിറ്റി നിങ്ങളുടെ ഫേവറിലായിരിക്കില്ല, പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് എൻ്റെ കറണ്ട് റിയാലിറ്റി. ഇപ്പോൾ ജോലി തന്നെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, എനിക്ക് ജോലി ഇല്ലാണ്ടിരിക്കുകയാണ്, അതാണ് റിയാലിറ്റി. ഓക്കെ, എത്ര നാളായി ഞാൻ ശ്രമിക്കുന്നു, എനിക്ക് ജോലിയില്ല. ഇതുവരെ ജോലിയില്ല എന്നുള്ളതേ ഉള്ളൂ, ഇനി അങ്ങോട്ട് ജോലി ഉണ്ടാവില്ല എന്ന് പറഞ്ഞെടുത്തിട്ടില്ല. ഓക്കെ, അത് നമ്മളുടെ കയ്യിലാണ്. അപ്പൊ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഭാവിയെ കുറിച്ച് പറയുന്നത്, അതുപോലെയാണ് ആ ഭാവി ആയി വരിക. ആ ഒരു കാര്യത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതിന്, അത് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ടാവും, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും, ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും, പ്രവർത്തിക്കാൻ തുടങ്ങും, പറയാൻ തുടങ്ങും. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ലൈഫിലേക്ക് നടക്കും. ഓക്കെ, അതിനെ ഹെൽപ്പ് ചെയ്യാനാണ് ആക്ച്വലി മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്. അപ്പോൾ കറണ്ട് റിയാലിറ്റിനെ ഫുള്ളി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളുണ്ടോ, എന്തെങ്കിലും അതായത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് വെക്കാതെ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ നമ്മൾക്ക് നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും, അത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. കറണ്ട് റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമല്ല, അതിൽ നിങ്ങൾ ഏറ്റെടുക്കേണ്ട, നിങ്ങൾ നടത്തേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറായിരിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെട്ടതിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രവൃത്തികളുടെ ഫലമാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു ഈഗോ ഇല്ലാതെ, സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കാതെ നിങ്ങൾക്ക് അത് എന്താ പറയാ, കണ്ടെത്താൻ പറ്റണം, അംഗീകരിക്കാൻ പറ്റണം. അതൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യാണ് നമ്മളെ ചെയ്യുക. ഇനി ഇതുപോലുള്ള ഒരു അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കില്ല. പക്ഷെ ഈഗോ അടിച്ചിട്ട് നമ്മൾ അത് തീരെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല, അത് എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം നമ്മുടെ ഭാഗത്തല്ല ന്യായം, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, നമ്മൾ അത് ചെയ്യണമായിരുന്നു, ശ്രദ്ധിക്കണമായിരുന്നു ഒക്കെ അറിയാം. എന്നാലും നമ്മൾ സ്വയം ന്യായീകരിച്ച് ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കാതെ മുന്നോട്ട് പോയാൽ വീണ്ടും ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ വീണ്ടും ഇതേ തെറ്റന്നെ ആവർത്തിക്കും. ഓക്കെ, അപ്പൊ ഹമ്പിൾ ആയിരിക്കുക. നിങ്ങളത് ആരുടെയും മുന്നിൽ, മറ്റുള്ളവരുടെ മുന്നിൽ എന്നല്ല, നിങ്ങൾ യൂണിവേഴ്സിന്റെ മുന്നിലാണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ആ തെറ്റ് നിങ്ങൾ തിരുത്തുന്നത്. അതിന് നിങ്ങൾക്ക് മനസ്സുണ്ടാകണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇൻസ്ട്രക്ഷൻസ്, ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങോട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതിൽ 3 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഉണ്ട്.
ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി ഫോളോ ചെയ്യാം. നിങ്ങൾ വളരെ സക്സസ്ഫുള്ളി നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ഡിവൈൻ ടൈമിങ്ങിന് അനുസരിച്ച് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, നിങ്ങളൊരു മാസ്റ്റർ മാനിഫെസ്റ്റർ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സൂൾ ഗ്ലൂസ് ആണ് കേട്ടോ നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ കുറവ് ക്ലൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്കത് ഡേറ്റ് 29 കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. 29 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും കേട്ടോ. 29 പിന്നെ നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളാണ് ഹ, ൻ, വ, കാണില്ലല്ലോ, കാണില്ലേ, പിന്നെ ഊ, പിന്നെ ഒരു ജന്മനക്ഷത്രം കിട്ടിയിട്ടുണ്ട് തിരുവാതിര. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന ക്ലൂ ആണെങ്കിൽ എക്സ്ട്രാ കൺഫർമേഷൻ ആണ്, ഇത് നിങ്ങളുടെ റീഡിങ് തന്നെയാണ്, നിങ്ങളുടെ ഗ്രൂപ്പ് തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പായിട്ട്, നിങ്ങളുടെ ഗ്രൂപ്പല്ല, നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയത് ഈ ഒരു ചാമിനോടാണ്, പക്ഷെ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നില്ല, സാറില്ല. ഓക്കെ, നമ്മൾ ഇൻറ്റ്യൂഷനിലേക്ക് എന്താ പറയുക, ഇൻറ്റ്യൂറ്റീവില് തിരഞ്ഞെടുക്കാൻ പറയുന്നത് ഒരു തരത്തിലൊരു പ്രാക്ടീസ് ആണെന്ന് മനസ്സിലാക്കുക. എപ്പോഴും ശരിയാവണമെന്നില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ എത്രത്തോളം സ്പിരിച്വലി വേക്കൻഡ് ആണോ, നമ്മൾ എത്രത്തോളം സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ സൈക്കിക് എബിലിറ്റീസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് വരിക. ഓക്കെ, ചിലർക്ക് അത് ജന്മനാ ഉണ്ട് അങ്ങനെ, ചിലർക്ക് പക്ഷെ അതിങ്ങനെ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസിലൂടെയാണ് അത് കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആവുക. ഇൻ കേസ് അത് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മനസ്സിൽ ഏത് സിമ്പിൾ ആണ് അല്ലെങ്കിൽ ഏത് ചാമാണ് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്നത്, നിങ്ങളുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രഗന്ധ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രഗന്ധ ടാരോട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും, പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അതിലൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. താല്പര്യമുള്ള റീഡിംഗ് ബുക്ക് ചെയ്യുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും നിങ്ങൾക്ക് 100% സക്സസ്ഫുൾ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് 3 ടെക്നിക്സ് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ 3 ടെക്നിക്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിനു കൂടെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, യൂണിവേഴ്സ് ചില നിർദ്ദേശങ്ങൾ നൽകും, അതും കൂടെ കൃത്യമായി ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ 9 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ആണ് ഈ റീഡിംഗിൽ കൺസിഡർ ചെയ്യുന്നത്. ഈ 9 ടെക്നിക്സിനും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മേജർ ആർക്കാന കാർഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതിൽ ഏതൊക്കെയാണോ ഇതിൽ വീഴുന്ന ആദ്യ 3 എണ്ണമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ബാക്കി കാർഡ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അത് വീണ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കാതെ എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാർഡുകൾ വീൽ ഓഫ് ഫോർച്യൂൺ, എംപറസ്, ലവേഴ്സ്, മജീഷ്യൻ, ഫൂൾ, വേൾഡ്, ജസ്റ്റിസ്, ചാരിയറ്റ്, സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവർക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള, അവർക്ക് 100% സക്സസ്ഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട്. ഫൂൾ, ഡെത്ത് കാർഡാണ്, നമ്മൾ കൺസിഡർ ചെയ്യാത്ത കാർഡാണ്. ഹെർമിറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. സ്റ്റാർ കൺസിഡർ ചെയ്യുന്നില്ല. ലവേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങളുടെ 3 ടെക്നിക്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണ്, ഓരോ കാർഡും ഏത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ ആദ്യത്തെ ചാരിയറ്റ്. ചാരിയറ്റ് കാർഡ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് സ്വിച്ച് വേർഡ്സ്. സ്വിച്ച് വേർഡ്സ് നമുക്ക് മാനിഫെസ്റ്റേഷന് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ അതായത് ചില ഇപ്പോൾ എന്താ പറയണ്ടേ, ചില വേർഡ്സ് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഞാൻ കേട്ടിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ നെറ്റിലൊക്കെ നോക്കി നമുക്ക് കാണാം, നമുക്ക് കുറേ ഇങ്ങനെ സ്വിച്ച് വേർഡ്സ്, സ്വിച്ച് കോഡ്സ്, ചില നമ്പർ കോമ്പിനേഷൻ, ചില വേർഡ്സിന്റെ കോമ്പിനേഷൻ, അതിങ്ങനെ കണ്ടിന്യൂസ്ലി ചാൻഡ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മളോട് എഴുതിയിടാനായിട്ട് പറയും. അതെന്താ വെച്ചാൽ അതിനൊരു എനർജി ഉണ്ട്. എനർജിയാണ് നമ്മൾ ചാൻഡ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അത് എഴുതിയിടുന്നത് വഴി നമ്മളിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്റൻഷനും കൂടെ സെറ്റ് ചെയ്തിട്ടായിരിക്കും മിക്കതും ഓരോ സ്വിച്ച് വേർഡ്സും സ്വിച്ച് കോഡ്സും നമുക്ക് കിട്ടുക. ആ ഇന്റൻഷൻ അവിടെ എന്താ പറയുക ഫുൾഫിൽ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്വിച്ച് വേർഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഫൈൻഡ് ഡിവൈൻ കൗണ്ട് നൗ, ഇങ്ങനെ ഒരു സ്വിച്ച് വേർഡ് ഉണ്ട്. ഓക്കെ, 4 അക്ഷരങ്ങൾ കൂടിയിട്ടാണ്, 4 വാക്കുകൾ കൂടിയിട്ടാണ് ഫൈൻഡ് ഡിവൈൻ കൗണ്ട് നൗ. ഇത് എന്തിനാ വെച്ചാൽ നമ്മുടെ ലൈഫിലേക്ക് മണി അട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ച് വേർഡാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് സ്വിച്ച് വേർഡ്സ് ഉണ്ട്. ഓക്കെ, ഇത് അപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്വിച്ച് വേർഡ്സ് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്നില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് പോലും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കണമെന്നല്ല ഞാൻ പറയണേ. എപ്പോഴും നമുക്ക് അങ്ങനത്തെ സ്വിച്ച് വേർഡ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ടാറോ റീഡേഴ്സ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഗിഫ്റ്റഡ് ആയിട്ടുള്ളവരും അതിലുണ്ട്, അത് മനസ്സിലാക്കുക. ഓക്കെ, അല്ലാത്തവരും ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ കൺഫർമേഷൻ യൂണിവേഴ്സിനോട് ചോദിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ആഗ്രഹം ഇതാണ്, ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്വിച്ച് വേർഡ് കണ്ടു, അത് ഞാൻ ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ സക്സസ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫർമേഷൻ ആയിട്ട് ചോദിക്കാം. യൂണിവേഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതനുസരിച്ച് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. അപ്പോൾ ഇവിടെ വേർഡ് കോമ്പിനേഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, നമ്പർ കോമ്പിനേഷൻ ഇല്ല കേട്ടോ. ഇനി അടുത്തത് ഫൂൾ ആണ്, അതായത് ഡയറി എൻട്രി ഫോർമാറ്റിലുള്ള ജേർണലിംഗ്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഒരു സ്പെസിഫിക് ടൈം വെച്ചാൽ അത്രയും നല്ലത്. അത് പറ്റിയില്ലെങ്കിലും എല്ലാ ദിവസവും ഒന്നെങ്കിൽ കാലത്ത് എഴുന്നേറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ഡയറി എഴുതുകയാണ് നിങ്ങൾ. ഓക്കെ, അതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഒരു ഫോർമാറ്റ്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും അഡ്രസ് ചെയ്യാം, നിങ്ങൾക്ക് യൂണിവേഴ്സിനെ അഡ്രസ് ചെയ്യാം, ഡിയർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങാം. ഓക്കെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട യൂണിവേഴ്സ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ഭാഷയിൽ എഴുതുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നു കഴിഞ്ഞതായിട്ട് വേണം അത് എഴുതുന്നതിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ ഉദാഹരണമായിട്ട് എടുക്കുന്നത് ജോലിയുടെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രീം ജോബ് ഉണ്ട്, അത് കിട്ടണം, അതാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ മാനിഫെസ്റ്റേഷനിൽ ഡയറി എൻട്രി ഫോർമാറ്റിൽ ജേർണൽ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട യൂണിവേഴ്സ്, എന്താ പറയുക, ഇന്ന് വളരെ നല്ല ദിവസമായിരുന്നു. ഇന്ന് എന്താ പറയുക, ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഇന്ന സ്ഥലത്താണ്. ഇപ്പോൾ ജോലിയിൽ ഇന്ന് വളരെ തിരക്കുള്ള ദിവസമായിരുന്നു, പക്ഷേ എൻ്റെ ടാസ്ക് എല്ലാം എനിക്ക് കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കൊളീഗ്സ് ആണ് എനിക്കുള്ളത്. മാനേജർ ആണെങ്കിലും എന്നെ കൃത്യമായിട്ട് എൻ്റെ ഓരോ സംശയങ്ങളും എനിക്ക് കൃത്യമായി അത് മാറ്റി തന്ന് എൻ്റെ ജോലിയിൽ ഞാൻ കൂടുതൽ വരുന്നതിന് വേണ്ടുന്ന അവസരങ്ങളൊക്കെ എനിക്ക് നൽകുന്ന ഒരാളാണ്. വളരെ സപ്പോർട്ടീവ് ആണ്. അങ്ങനെ അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ജോലി, ഓക്കെ, കൊളീഗ്സ്, വർക്ക് എൻവയോൺമെന്റ്, നിങ്ങളുടെ മാനേജർ, അവർക്ക് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, അത് അത്രയും സ്പെസിഫിക് ആയിട്ട്, പക്ഷെ അത് പ്രസന്റ് ടെൻസ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ള രീതിയിൽ എഴുതുക. ഓക്കെ, ഒരു ഡയറി എൻട്രി ഫോർമാറ്റിലാണ് നിങ്ങളത് എഴുതേണ്ടത്. എല്ലാ ദിവസവും ഒരേപോലെ തന്നെ എഴുതണമെന്നില്ല. കോപ്പി അടിച്ച് വെക്കല്ല. നിങ്ങൾ നെക്സ്റ്റ് ഡേ എഴുതുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് അത് വരുന്നത് അതുപോലെ എഴുതുക. പക്ഷെ കണ്ടന്റ് സെയിം ആയിരിക്കണം, ഒരേ ആഗ്രഹം തന്നെയായിരിക്കണം. ഓക്കെ, ഇന്ന് ജോലിയുടെ കാര്യം എഴുതി നാളെ റിലേഷൻഷിപ്പിന്റെ കാര്യം, അങ്ങനെയല്ല. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അതിന് ആ ഒരൊറ്റ ടെക്നിക്ക് യൂസ് ചെയ്യാം. അതാണ് ഫുൾ കാർഡ് കൊണ്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ഇനി മൂന്നാമത്തത് ലവേഴ്സ് ആണ്, നറേഷൻ. നറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇതുപോലെ തന്നെ പ്രസന്റ് ടെൻസിൽ അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞ രീതിയിൽ നിങ്ങൾ നറേറ്റ് ചെയ്യാണ്, പറയുകയാണ്, ഒരാളോട് സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, ഇപ്പോൾ ജോലിയാണ്, അപ്പോൾ ജോലി നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫ്. അപ്പോൾ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു, ഞാൻ ഈ അടുത്താണ് ജോയിൻ ചെയ്തത്, ഇപ്പോൾ ലൈഫ് ഇപ്പോൾ വളരെ സെറ്റിൽഡ് ആണ്. പിന്നെ എന്നിട്ട് ജോലിയിൽ എങ്ങനെയാണ്, വർക്ക് എൻവയോൺമെന്റ് എങ്ങനെയാണ്, കൊളീഗ്സ് എങ്ങനെയാണ്, ജോലിയിൽ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ ഒരാളോട്, നിങ്ങളുടെ മുന്നിൽ ഒരാളിരിക്കുകയാണ്, അവരോട് നമ്മൾ നറേറ്റ് ചെയ്യുന്ന പോലെ പറയാം. നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ,
അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് യൂണിവേഴ്സിനെ സങ്കല്പിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അവിടെ സങ്കല്പിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നാണ് ചെയ്യേണ്ടത് കേട്ടോ, വേറെ ആളെ വിളിച്ചിരുത്തി അല്ല, അങ്ങനെയല്ല, ഒറ്റയ്ക്ക് ഇരുന്നാണ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ നറേറ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ജോലിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അത് ഇപ്പോൾ വളരെ നന്നായി പോണു, കുറച്ച് ബിസിയാണ്, കാരണം ഇപ്പോൾ ജോലി ഇങ്ങനെ വളരെ ഡിമാൻഡിങ് ആണ്, ജോലിയിൽ ഇന്ന പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ തിരക്കുകളുണ്ട്, അങ്ങനെയൊക്കെ. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ സെയിം സ്ക്രിപ്റ്റ് എല്ലാ ദിവസവും വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന രീതിയിൽ ആ സെയിം ആഗ്രഹത്തെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന രീതിയിൽ നിങ്ങൾ ഓരോ ദിവസവും നറേറ്റ് ചെയ്യുക. ഇതും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈമിൽ ചെയ്യുന്നത് അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ പറ്റുന്ന പോലെ കാലത്തോ വൈകിട്ടോ ചെയ്യുക. ഇനി അങ്ങനെ വളരെയധികം ഓൾറെഡി എന്താ പറയുക ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ കിട്ടുന്ന ഒരു സമയത്ത്, പക്ഷെ എല്ലാ ദിവസവും അത് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്. അപ്പൊ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും മറ്റൊരാൾക്ക് ദോഷം വരുത്താത്ത, മറ്റൊരാൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാത്ത ഏതൊരു ആഗ്രഹവും ഈ 3 ടെക്നിക്സിൽ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെ കുറിച്ചിട്ടാണ് ഇനി യൂണിവേഴ്സ് പറയുന്നത്. ഗ്രൂപ്പ് 2ന്റെ 3 സക്സസ്ഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് അവർക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം. നിങ്ങളോട് പറയുന്നത് ഒരു എന്താ പറയണ്ടേ ആഗ്രഹം ഉണ്ടാവുമ്പോൾ അതിനോട് അലൈൻഡ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കണം. അത് അണ്ടർസ്റ്റുഡ് ആണ്, അതെ അല്ലേ? ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ട്, ഓക്കെ, നമ്മൾ ആഗ്രഹം എന്ന് പറയുന്നു, അത് ആഗ്രഹം ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അതിന് ആക്ഷൻ എടുക്കണം, പറ്റുന്ന പോലെ. അതാണ് അവിടുത്തെ ഇത്. പറ്റുന്ന പോലെ നമുക്ക് അപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യണം. അതിന്റെ കൂടെ ഈ മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്യുമ്പോഴാണ് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഈ ഒരു ആഗ്രഹം സബലീകരിക്കാം. ഇവിടെ നിങ്ങളോട് എന്താ പറയുക, കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തത വരണമെങ്കിൽ ആദ്യം അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കണം. എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക, എന്തിനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അങ്ങനെ. ഓക്കെ, അതുപോലെ തന്നെ ഒരു എന്താ പറയാ, ഓക്കെ ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് മുന്നും പിന്നും നോക്കാതെ അതിനെ ചേസ് ചെയ്യല്ല, അല്ലെങ്കിൽ അതിനെ പെർസ്യൂ ചെയ്യല്ല ചെയ്യേണ്ടത്. ഇതാണ് എൻ്റെ ആഗ്രഹം, ഇതിന് എനിക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക, എന്തൊക്കെയാണ് എൻ്റെ ലിമിറ്റേഷൻസ്, എങ്ങനെ ഈ ലിമിറ്റേഷൻസിനെ മറികടക്കാം, എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് എൻ്റെ ഉള്ളിലുണ്ടോ, ഈ ഒരു ആഗ്രഹം നടക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കാൻ മാത്രം എന്തെങ്കിലും കാരണങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടോ, ആ കാരണങ്ങൾ മിക്കതും നമ്മൾ ഹീൽ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഹീൽ ചെയ്യാം, അങ്ങനെ ഒരു എന്താ കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കി അതനുസരിച്ച് അത് ഫോളോ ചെയ്ത് ആണ് നിങ്ങൾ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം. പക്ഷെ ആ ഒരു പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴാണ് വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഒരു ഓർഡർ ഉണ്ടാകണം എന്നുള്ളതാണ് പറയണത്. ഡിസിപ്ലിൻഡ് ആയിരിക്കുക, കണ്ടോ, തന്നെയാണ് വീണ്ടും പറയുന്നത്, ഡിസിപ്ലിൻഡ് ആവണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഓക്കെ, എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്, കാരണം ബോഡി മൂവ്മെന്റ് അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ എന്താ പറയാ എനർജി സ്റ്റാഗ്നന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് പറയണേ ബോഡി മൂവ്മെന്റ് വേണം. അപ്പൊ ആ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള എനർജീനൊക്കെ റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. പിന്നെ എന്നും കൃത്യമായിട്ടൊരു സമയത്ത് എഴുന്നേൽക്കുക, കൃത്യമായിട്ട് സമയത്ത് കിടക്കുക, പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് കൃത്യമായി സമയം വെക്കുക, നിങ്ങളുടെ ഈ ഒരു കാര്യത്തിന് നിങ്ങളുടെ ആഗ്രഹം അത് നടക്കുന്നതിന് വേണ്ടി ആക്ഷൻസ് എടുക്കുന്നതിന് ഒരു സമയം വെക്കുക, മാനിഫെസ്റ്റേഷന് സമയം വെക്കുക, അങ്ങനെ ലൈഫിൽ ഒരു റുട്ടീൻ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അതേസമയം എന്താ പറയാ വളരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മെച്ചോർ ആയിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അപക്വമായിട്ടുള്ള ആഗ്രഹങ്ങള് മാനിഫെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് ശരിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ആഗ്രഹം വന്നിട്ടുള്ളത്, ജെന്യുവൻലി നിങ്ങളുടെ ഉള്ളിലത്തുള്ള ഒരു എന്താ പറയാ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആഗ്രഹമാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാരണം മറ്റാരുടെയെങ്കിലും ഇപ്പൊ ഓക്കെ അവരുടെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു അപ്പൊ അതുകൊണ്ട് എനിക്കും വേണം, ഓക്കെ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മുന്നിൽ ഉയർന്നു നിൽക്കുന്നതിന്, അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണോ, അത് നിങ്ങൾ ജെന്യുവൻലി ആഗ്രഹിക്കുന്നതാണോ? ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് പറയുന്നത് പക്വതയോടെ കൂടെ വേണം നിങ്ങളുടെ ആഗ്രഹങ്ങളെ ചൂസ് ചെയ്യുന്നതിന്. ഓക്കെ, ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം സെറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊരു ആഗ്രഹം സെറ്റ് ചെയ്ത് നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അതത് സമയങ്ങളിൽ സഹായങ്ങൾ പല വ്യക്തികളിലൂടെ ചില സാഹചര്യങ്ങളിലൂടെ എത്തിക്കുന്നതാണ്. അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അനാവശ്യമായ ഒരു ഈഗോ ഒന്നും അതിൻ്റെ ഇടയിൽ കയറി വരാൻ പാടില്ല.
ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും, ഞാൻ ഒറ്റയ്ക്ക് തന്നെ നേടിയെടുക്കും, എനിക്ക് ആർക്കും വേറെ ആരും അതിൽ ഇൻവോൾവ് ആവുന്നത് ഇഷ്ടമല്ല, അങ്ങനെ പാടില്ല. ഓക്കെ, നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവും യൂണിവേഴ്സ് ആണ് ഈ ഒരു സഹായം എനിക്ക് നൽകുന്നത് ഈ വ്യക്തിയിലൂടെ എന്ന് കൃത്യമായി എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ആ സഹായങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. പിന്നെ ക്ലാരിറ്റി വേണം എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത, എത്രത്തോളം വ്യക്തത നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു വേഗമായിട്ട് നിൽക്കുകയാണ്, ഒരു കൃത്യമായ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ചാലഞ്ചസും കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക, അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനോട് അലൈൻ ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോലിയാണ് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന സ്പെസിഫിക് ജോബിന്റെ അതേ രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ഓക്കെ, അത് സ്വീകരിക്കാൻ, അത് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ഞാൻ ഇന്നൊരു ജോലി മാത്രമാണ് നോക്കുന്നത്, വേറെ ഒന്നും ഞാൻ സ്വീകരിക്കില്ല, അതിന് പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതേ എനർജിയിലുള്ളതിനെ നമ്മുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് ഒരു സൂചനയാണ്. എന്ത്, നമ്മൾ ആഗ്രഹിക്കുന്നതുമായിട്ട് എനർജറ്റിക്കലി നമ്മൾ അലൈൻഡ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ. അതുകൊണ്ടാണ് അതേ ലെവലിൽ നിൽക്കുന്ന അതേ എനർജിയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ അതിനോട് നമ്മൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആകുമ്പോഴാണ് ഇവഞ്ച്വലി നമ്മുടെ ആഗ്രഹവും നമ്മുടെ ലൈഫിലേക്ക് എത്തുക. അതൊരു തരത്തിൽ ടെസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ആ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പൊ നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന എനർജീസ്, ഓക്കെ, അലൈൻ ചെയ്ത് നിൽക്കുന്ന ചോയ്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അതിനെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം, ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കണം. പിന്നെ നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു സംതൃപ്തി കണ്ടെത്താൻ പറ്റണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് അവിടെ പറ്റണം. ഓക്കെ, അതായത് ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല, അതേസമയം നിങ്ങളുടെ ലൈഫിൽ പക്ഷേ നല്ല നല്ല അനുഭവങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം, അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കാം. അതിനൊക്കെ അക്നോളജ് ചെയ്ത് അവിടെ ഒരു സംതൃപ്തിയിൽ നിങ്ങളായിരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, നല്ല അനുഭവങ്ങൾക്കൊക്കെ യൂണിവേഴ്സിനോട് നന്ദിയും പറയണം. ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡും നിങ്ങൾ നേടിയെടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും, ഓക്കെ, എത്ര സമയം എടുക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് പോലും ഇൻ കേസ് എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ തന്നെയും നിങ്ങളുടെ ആഗ്രഹത്തിൽ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഒരാഗ്രഹം നമ്മൾ സെറ്റ് ചെയ്ത് ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്താ പറയണ്ടേ, അത് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് അതിനെ ഉപേക്ഷിച്ച് വേറൊരു ആഗ്രഹം പാടില്ല. അതിൽ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടായാലും ആ ആഗ്രഹത്തിനെ നിങ്ങൾ വിട്ടുകളയാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ പെട്ടെന്ന് ഇപ്പൊ ആ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണലായിരിക്കുമ്പോൾ പല അവസരങ്ങളിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ധൃതി വെച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ, കൃത്യമായിട്ട് കാര്യങ്ങളെ കുറിച്ച് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ഓക്കെ, എന്തൊക്കെ ചോയ്സസ് അവൈലബിൾ ആണ് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി മനസ്സിലാക്കിയെടുത്തതിന് ശേഷം, ആ സന്ദർഭത്തെ കൃത്യമായി മനസ്സിലാക്കിയെടുത്തതിന് ശേഷം ഒരു ഉചിതമായ തീരുമാനത്തിലേക്ക് എത്തുക. ധൃതി വെച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് അങ്ങനെ തന്നെ തീരുമാനത്തിലേക്ക് പോകരുത്. ഓക്കെ, പിന്നെ ആത്മവിശ്വാസത്തോടെ വേണം നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണിയിൽ ആയിരിക്കാൻ. നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ്ലി നിങ്ങളുടെ ആഗ്രഹത്തിന് പിന്നാലെ പോകുന്നു അല്ലെങ്കിൽ ആഗ്രഹത്തെ പെർസ്യൂ ചെയ്യുന്നു അത്രയും സക്സസ്ഫുള്ളി അല്ലെങ്കിൽ എളുപ്പത്തിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ചില എനർജീസ് ഉണ്ടായിരിക്കും. ഒരു കാര്യത്തിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പുതിയ എനർജിയാണ് നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അല്ലേ? അതിപ്പോൾ ഒരു ജോലിയാണെങ്കിലും ഒരു പാർട്ട്ണർ ആണെങ്കിലും അതൊരു പുതിയ എനർജിയാണ്. അപ്പോൾ അതിനെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ഉപേക്ഷിക്കേണ്ട എനർജീസ് ഉണ്ട്, അതിനെ ഉപേക്ഷിക്കണം. ഓക്കെ, അത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. അത് ഉപേക്ഷിക്കാതെ അതും വേണം എന്നാൽ പുതിയതും വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഓക്കെ, പുതിയത് വരാൻ, പുതിയതിന് വരാനും നിലനിൽക്കാനും സ്പേസ് വേണം. ആ സ്പേസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതെങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക? നിങ്ങൾ ഉപേക്ഷിക്കേണ്ട, നിങ്ങൾ വിട്ടുകളയേണ്ട ചില എനർജീസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, അതിനെ വിട്ടുകളയാം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്തിനാണ് നിങ്ങൾ വിട്ടുകളയേണ്ടത്. അതിനെ വിട്ടുകളയുമ്പോൾ തന്നെയാണ്, അത് എളുപ്പമായിരിക്കില്ല, നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അതേസമയം നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ട് ഇതിന് ഇനിയും ഞാൻ ചേർത്ത് പിടിക്കുന്നതിൽ അർത്ഥമില്ല, ഇത് അവസാനിച്ച ഒരു അധ്യായമാണ്. അപ്പൊ അതിനെ വിട്ടുകളയാം. ഓക്കെ, അതുപോലെ നെഗറ്റീവ് തോട്ട്സ്, അനാവശ്യമായ ചിന്തകൾ, ഈ
എന്താ പറയാ, കഴിഞ്ഞ കാലം ഈ ഒരു പർട്ടിക്കുലർ ഡിസയർ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണോ ഒരു ഭൂതകാലം ഉണ്ടാവും ഇല്ലേ? ആ ഭൂതകാലത്തില് കഴിഞ്ഞു പോയി, ആ ഭൂതകാലത്തിലത്തെ ചില അനുഭവങ്ങൾ, അതിൽ നിന്നുണ്ടായിട്ടുള്ള വേദന, അതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയിട്ടുള്ള ചില നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, ചിന്തകൾ ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഫ്രീ ആകുന്നത്. ഓക്കെ, നിങ്ങൾ ഫ്രീ ആകുന്നതും നിങ്ങൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ടും ലൈഫിൽ നിലനിൽക്കുന്നതിനും നിങ്ങൾ എനർജറ്റിക്കലി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാണ്. അത് ചെയ്താൽ മാത്രമേ ആ ഒരു, എപ്പോഴാണോ നിങ്ങൾ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ നിങ്ങളുടെ ആഗ്രഹം നടക്കുകയുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഓക്കെ, ഇന്നതാണ് എൻ്റെ ആഗ്രഹം, അതിലേക്ക് എത്താൻ ഞാൻ ഇപ്പൊ എന്തൊക്കെയാണ് തടസ്സമായി നിൽക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. അതിനെ ഉപേക്ഷിക്കാനും വിട്ടുകളയാനും നിങ്ങൾ തയ്യാറും ആവണം. അവിടെയാണ് ഈ മാനിഫെസ്റ്റേഷൻ വിജയം കാണുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ. ഇനി ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 2മായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്. ഓക്കെ, നമുക്ക് അധികം ക്ലൂസ് ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പോസ് ചെയ്യാത്തത്. നമുക്കിപ്പോൾ തന്നെ ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ക്ലൂസ് ആണ് ഇപ്രാവശ്യത്തെ റീഡിങ്ങിൽ, വളരെ കുറച്ച് ക്ലൂസ് ആണ് യൂണിവേഴ്സ് തരുന്നത്. അതിന് അതിൻ്റെതായ റീസൺ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 1-ാം തീയതി കിട്ടിയിട്ടുണ്ട്. 1-ാം തീയതി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാനായിട്ട് സാധ്യത കാണുന്നു. പിന്നെ കന്നിമാസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മലയാള മാസം കന്നിമാസത്തിലായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ കന്നിമാസത്തിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇംഗ്ലീഷ് മാസങ്ങൾ, അതിലേതെങ്കിലും ഒരു മാസത്തിലായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ അവിട്ടം, മൂലം, തിരുവാതിര, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ജനിച്ച നക്ഷത്രമായിരിക്കാം, നിങ്ങളുടെ ജന്മനക്ഷത്രമായിരിക്കാം. ഓക്കെ, പിന്നെ 2 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്, ശനിയാഴ്ച, ബുധനാഴ്ച. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ജനിച്ച ആഴ്ചയായിരിക്കാം കേട്ടോ. ഇനി നമുക്ക് അക്ഷരങ്ങളെ കിട്ടിയിരിക്കണം. അപ്പം ഇന്നത്തെ പോലെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്നത് ഈ അക്ഷരങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിലുണ്ടാകാം. ധ, ചില്ലക്ഷരം ആണ്, ങ, ഉ, പിന്നെ ണ. ഓക്കെ, ഇത്രയുമാണ് അക്ഷരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് ലഭിക്കുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ചുരുക്ക വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് റീഡിംഗ് ആണ് ബുക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള 3 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ 9 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിനെയാണ് നമ്മൾ ഈ റീഡിങ്ങിൽ കൺസിഡർ ചെയ്യുന്നത്. ഈ ഓരോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിനോടും അസോസിയേറ്റ് ആയിട്ടുള്ള മേജർ അർക്കാന കാർഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതിൽ നിന്ന് വീഴുന്ന ആദ്യ 3 കാർഡുകളെയാണ് നമ്മൾ സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ, എംപറസ്, ലവേഴ്സ്, മജീഷ്യൻ, ഫൂൾ, വേൾഡ്, ജസ്റ്റിസ്, ചാരിയറ്റ്, സ്ട്രെങ്ത്. ഇത്രയുമാണ് നിങ്ങളുടെ ഈ 9 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സിനോടും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അർക്കാന കാർഡ്സ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ ഏതൊരു ആഗ്രഹവും സക്സസ്ഫുള്ളി 100% ഇഫക്റ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്, ആഗ്രഹം സബലീകരിക്കുന്നതിന് അവർക്ക് സഹായകമാകുന്ന
ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 3 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്. ഓക്കെ, ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിരുന്നു. സ്ട്രെങ്ത്, വേൾഡ്. ഓക്കെ, നിങ്ങളുടെ വളരെ പെട്ടെന്നാണ് വന്നത്. ഇപ്പോൾ സ്ട്രെങ്ത്, ജസ്റ്റിസ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് സ്വിച്ച് കോഡ്സ്, അതായത് നമ്പർ കോമ്പിനേഷൻസ്. ഓക്കെ, ഇപ്പോൾ 1176 എന്ന് പറയുന്ന ഒരു സ്വിച്ച് കോഡാണ്. അത് മാസ്റ്റർ മാനിഫെസ്റ്റിംഗ് നമ്പറാണ്, മാനിഫെസ്റ്റേഷൻ നമ്പറാണ്. എന്തൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ഈ 1176 എന്ന നമ്പർ കണ്ടിന്യൂസ്ലി ചാൻഡ് ചെയ്യുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ റിസ്റ്റിലോ അല്ലെങ്കിൽ ബോഡിയുടെ ലെഫ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിടുന്നത് ഡെയിലി നല്ലതാണ്. ഓക്കെ, അങ്ങനത്തെ നമ്പർ കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പോൾ 1176 നമ്മൾ ഒരെണ്ണം പറഞ്ഞു. പിന്നെ ഉള്ളത് 781 എന്നുള്ള ഒരു നമ്പർ കോമ്പിനേഷൻ ഉണ്ട്, മണി അട്രാക്ട് ചെയ്യുന്നതിനുള്ളതാണ്. പിന്നെ എന്താ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റേക്കി നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ കോമ്പിനേഷൻസ് ആണ്, നമ്പർ കോമ്പിനേഷൻസ് ആണ്. അങ്ങനെ നമ്പർ കോമ്പിനേഷൻസ് ഓരോ ആഗ്രഹത്തിനും ഓരോ ഡിസയറിനും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ കോമ്പിനേഷൻസിനെയാണ് സ്വിച്ച് കോഡ്സ് എന്ന് പറയുന്നത്. കോഡുകളാണത്. ഓക്കെ, ഇത് കണ്ടിന്യൂസ്ലി ചാൻഡ് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിടുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ആ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഇത് എഴുതി ഒട്ടിച്ചു വെക്കാം. എന്നിട്ട് ചില്ല് ഗ്ലാസ് ആണെങ്കിൽ അത്ര നല്ലത്. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച്, ഇപ്പോൾ ഡെയിലി നമ്മൾ വാട്ടർ കൺസ്യൂം ചെയ്യുമല്ലോ, അത് ഈ ഒരു പർട്ടിക്കുലർ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൺസ്യൂം ചെയ്യുമ്പോൾ ഓരോ സമയവും നമ്മൾ അത് അബ്സോർബ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ നമ്പറിന്റെ എനർജിയാണ്. വിച്ച് മീൻസ് നമ്മുടെ ഏതൊരു ആഗ്രഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ആണോ അതിലുള്ളത്, ആ ആഗ്രഹത്തിലേക്ക് നമ്മൾ അലൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഓരോ പ്രാവശ്യം വെള്ളം കുടിക്കുമ്പോഴും. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, കണ്ടിന്യൂസ്ലി മനസ്സിൽ ഇങ്ങനെ ഒരു സ്പെസിഫിക് നമ്പർ ഒന്നും വെക്കാതെ ഇങ്ങനെ ചാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതും വളരെ നല്ലതാണ്. ഔട്ട് ലൗഡ് ഉറക്കെ ആണെങ്കിലും ചെയ്യാം, പതുക്കെ ആണെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാണ് സ്വിച്ച് കോഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്ട്രെങ്ത് കാർഡ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് അഫർമേഷൻസ്. ഓക്കെ, അഫർമേഷൻസ് എന്ന് പറയുമ്പം നിങ്ങൾ എന്താ പറയാ, ഔട്ട് ലൗഡ് ഉറക്കെ പറയാണ്, നിങ്ങളുടെ എന്താണ് ആഗ്രഹം അത് എന്നതാണ്, അത് നടന്നു കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച സ്ഥിരം ജോലി എനിക്ക് ലഭിച്ചു കഴിഞ്ഞു, ഞാൻ വളരെ സന്തോഷവതിയാണ് അല്ലെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാണ്, ഈ ജോലിയിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ചതിന് വലിയ വിജയങ്ങളും നേട്ടങ്ങളും എനിക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിനെല്ലാം, ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഇങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഡെയിലി ഇപ്പോൾ എന്താ പറയുക, എണീറ്റ ഉടനെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം, അല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. അങ്ങനെ സ്പെസിഫിക് ടൈം വെക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വിച്ച് വേർഡ്സ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഫേം ചെയ്തുകൊണ്ടേ ഇരിക്കാം. അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിൽ ഒരു അഫർമേഷൻ ആയിട്ട് മാറ്റാം. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ChatGPT യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ AIs യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഇതാണ് എന്ന് പറയാ, എന്നിട്ട് അതിനെ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് ഒരു അഫർമേഷൻ ഫോർമാറ്റിൽ തരാൻ പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അത് തരും. ഓക്കെ, ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾക്ക് നമുക്ക് AI യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ഭാഷയിൽ നിങ്ങൾക്ക് അഫർമേഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടെക്നിക്ക്. ഇനി മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ജേർണലിംഗ്, റിപ്പീറ്റേഷൻ. ഓക്കെ, വേൾഡ് കാർഡ് കാണിക്കുന്നത് അതാണ്, ജേർണലിംഗ്, റിപ്പീറ്റേഷൻ. അതായത് ഇപ്പൊ നമ്മൾ ഈ അഫർമേഷൻ പറഞ്ഞല്ലോ, ആ ഒരു അഫർമേഷൻ നമ്മൾ ഉണ്ടാക്കിയില്ലേ, അപ്പൊ അതിൽ ഇപ്പൊ താങ്ക് യു യൂണിവേഴ്സ്, ഇംഗ്ലീഷിലാണെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗിവിംഗ് മീ ബൈ ഡ്രീം ജോബ്. എൻ്റെ ഞാൻ അത്രയും ആഗ്രഹിച്ച ജോലി എനിക്ക് നൽകിയതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. മലയാളത്തിലാവുമ്പോൾ അങ്ങനെ. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ആഗ്രഹത്തിനെ ഇതുപോലെ ഒരു സെന്റൻസിലേക്ക് മാറ്റുക. അത് പ്രസന്റ് ടെൻസിലായിരിക്കണം. അത് ഇംഗ്ലീഷിലാണെങ്കിൽ തുടങ്ങുന്നത്, മലയാളത്തിലാണെങ്കിൽ അവസാനിക്കുന്നത് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞിട്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരൊറ്റ സെന്റൻസിലേക്ക് അങ്ങനെ നമ്മുടെ ആഗ്രഹത്തിനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സെന്റൻസ് എല്ലാ ദിവസവും ഒരു സ്പെസിഫിക് ടൈം, അതാണ് അവിടുത്തെ ക്യാച്ച്, സ്പെസിഫിക് ടൈം. രാത്രി 10:10 എന്ന് പറഞ്ഞാൽ 10:10 തന്നെ, രാത്രി 8 മണി എന്ന് പറഞ്ഞാൽ 8 മണി തന്നെ, കാലത്ത് 6 മണി എന്ന് പറഞ്ഞാൽ 6 മണി തന്നെ. അതൊരിക്കൽ ഒരു സമയം ഫിക്സ് ചെയ്താൽ പിന്നെ അതിനെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു സ്പെസിഫിക് ടൈമിൽ നിങ്ങളൊരു ബുക്ക് അതിനായിട്ട് മാറ്റി വയ്ക്കുക, എഴുതുക, കണ്ടിന്യൂസ്ലി എഴുതുക. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു മാനിഫെസ്റ്റേഷൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിച്ച സ്ഥിരം ജോലി എനിക്ക് നൽകിയതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഇത് എല്ലാ ദിവസവും, ഫോർ എക്സാമ്പിൾ
രാത്രി 10:10. അപ്പോൾ 10:10 അത് എഴുതി തുടങ്ങിയിട്ടുണ്ടാവണം. അതാണ് പറയുന്നത്. ആ ടൈം നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അത് എഴുതി തുടങ്ങിയിട്ടുണ്ടാവണം. അവസാനിക്കുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ആവാം, പ്രശ്നമില്ല. 21 പ്രാവശ്യം എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് ഡെയിലി ചെയ്യണം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡെയിലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഇതാണ് ജേർണലിംഗ് റിപ്പിറ്റേഷൻ എന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 3 ടെക്നിക്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും വളരെ സക്സസ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്സ്. ഓക്കെ, സ്വിച്ച് കോഡ്സ്, അഫർമേഷൻസ്, ജേർണലിംഗ്, റിപ്പിറ്റേഷൻ, ഈ 3 ഇനി ഇത് നിങ്ങൾ എന്താ പറയാ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ. ഓക്കെ, ചില നിർദ്ദേശങ്ങളുണ്ട് യൂണിവേഴ്സിന്. ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങൾ എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ, അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഗ്രൂപ്പ് 3യുടെ 3 പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു 3 മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനും അതുവഴി അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് നടത്തിയെടുക്കുന്നതിനും എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് യൂണിവേഴ്സിന് നൽകാനുള്ളത്? ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കാനാണ് ആദ്യമേ നിങ്ങളോട് പറയുന്നത്. അതായത് ഒരു ആഗ്രഹത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഒരു ആഗ്രഹമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് വേറൊരാളുടെ ഒരു ആഗ്രഹത്തെ കുറിച്ച് അപ്പോൾ അയ്യോ എൻ്റെ അത് ചെറുതാണോ, ഇവരെ വെച്ച് നോക്കുമ്പോൾ ഇൻഫീരിയർ ആണോ, അന്ന് എനിക്ക് അത് നല്ലതാണല്ലോ, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആണ്, അതിലേക്ക് ആകാം ഇനി ഫോക്കസ് ചെയ്യാം, ഇനി അത് മാനിഫെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്തൊരവസ്ഥയില്ലേ? ഓക്കെ, ഒരാഴ്ചയിൽ തന്നെ ഒരു 8 ആഗ്രഹങ്ങൾ വന്നും പോയി ഇരിക്കുക. ഓക്കെ, അങ്ങനെ പാടില്ല. ഒന്നിൽ ഉറക്കുക. ഹെർമിറ്റിനെ പോലെ ഒരൊറ്റ ആ ഒരൊറ്റ വിഷിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതിൽ നിന്ന് പിന്നെ ഒരു പിന്തിരിയലില്ല. ഓക്കെ, അതല്ലാതെ വേറൊന്ന് എന്നുള്ളൊരു ചിന്തയും ഇല്ല. ആ ഒരൊറ്റ വിഷ് മാത്രമേ ഉള്ളൂ. അത് നേടിയെടുക്കുന്നത് വരെ അതിന് മാത്രമേ പ്രാധാന്യം ഉള്ളൂ. അതേ ലെവലിലായിരിക്കണം. ഡിസ്ട്രാക്റ്റഡ് ആകരുത്. പല കാര്യങ്ങളും ഡിസ്ട്രാക്ട് ചെയ്യുന്നതിന് ഈ ഒരു ആഗ്രഹം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പല ഡിസ്ട്രാക്ഷൻസും ഉണ്ടാകാം. അതിലേക്ക് നിങ്ങൾ വീണ് പോകരുത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹത്തിനായിരിക്കണം പരമപ്രാധാന്യം. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ എന്തൊരു കാര്യവും ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് മറ്റൊരാൾക്ക് ദോഷം വരുത്താത്തതാണെങ്കിൽ, മറ്റൊരാൾക്ക് അതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. വളരെ കോൺഫിഡന്റ് ആയിട്ട് വേണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ. അതായത് ഞാൻ ഇത് എന്തായാലും നേടിയെടുത്തിരിക്കും. ആ ഒരു ബിലീഫ് നിങ്ങളുടെ ഉള്ളിൽ ആദ്യമേ ഉണ്ടായിരിക്കണം. തുടക്കത്തിലേ ഉണ്ടായിരിക്കണം. തുടക്കത്തിൽ അതങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വീണ്ടും 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 നിങ്ങൾ അതിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ മനസ്സിൽ ഇതിൽ ഞാൻ സക്സസ്ഫുൾ ആവും, ഇത് ഞാൻ സക്സസ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യും, അങ്ങനെ പറഞ്ഞു പോയി നോക്കൂ. കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ചിന്ത വരിക. നിങ്ങൾ അത് ഇന്റൻഷനലി പറയേണ്ടി വരില്ല. ഓട്ടോമാറ്റിക്കലി ഞാൻ സക്സസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങളുടെ ബ്രെയിൻ അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? നിങ്ങളുടെ ആ ഒരു തോട്ട് പാറ്റേണിൽ ഷിഫ്റ്റ് വന്നു. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വന്നു. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും ഒരു ഹൈ വൈബ്രേഷണൽ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ ഹൈ വൈബ്രേഷണൽ എനർജിയിലായിരിക്കുന്നത് ഏതൊരു കാര്യം എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആണ്, ഉപകാരപ്രദമാണ്. പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ അത് സഹായിക്കും. അങ്ങനെ ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ, എനർജറ്റിക്കൽ ഫ്രീക്വൻസിയിൽ ആയിരിക്കുന്നതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആരോടൊക്കെ ഒപ്പമായിരിക്കുമ്പോഴാണോ, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ളവര്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, ആരോടൊപ്പം ആയിരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിൽ അത്രയും സന്തോഷവും സംതൃപ്തിയും നിങ്ങൾ അനുഭവിക്കുന്നത്, ഓക്കെ, നിങ്ങൾക്ക് മനസ്സ് വളരെ ലൈറ്റ് ആവുന്നത്, അനാവശ്യ ചിന്തകളൊന്നും ഇല്ലാതെ നിങ്ങൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ മൊത്തത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ആ വ്യക്തികളുടെ കൂടെ, ആ സാഹചര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ പറയുന്നു. കാരണം അങ്ങനത്തെ ആ വ്യക്തികളുടെ കൂടെ, സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യും. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങൾ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കും. പിന്നെ ഡിസിപ്ലിൻഡ് ആയിരിക്കാൻ പറയുന്നുണ്ട്, ഓർഗനൈസ്ഡ് ആയിരിക്കാൻ പറയുന്നു. പിന്നെ നിങ്ങളുടെ ആഗ്രഹം അത് മെച്ചുവർ ആയിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കണം. ഓക്കെ, അതായത് നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത് ഈ കാര്യം വേണ്ടത് എന്നുള്ളത് തന്നെ ഒരു ഉത്തരം നിങ്ങളുടെ ഉണ്ടാവണം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉത്തരം. അത് ഒരിക്കലും മറ്റൊരാൾ അവർക്കതുള്ളത് കൊണ്ട് എനിക്കിത് വേണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വിജയിച്ച് നിൽക്കുന്നത് എനിക്കിത് വേണം, അങ്ങനെ ആവരുത്. ആ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ജെനുവൻലി അതിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കിട്ടണം, നിങ്ങൾക്ക് സംതൃപ്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണം. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഈ കാര്യം നടക്കുന്നത് വഴി ഇന്ന കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരു നല്ല ഉദ്ദേശം, സതുദ്ദേശത്തോട് കൂടിയിട്ടുള്ള ആഗ്രഹങ്ങൾ അങ്ങനെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ,
ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് ആഗ്രഹം എന്ന് പറഞ്ഞ് പോവും. എന്തുകൊണ്ടാണ് എനിക്കിത് ആഗ്രഹം എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ വളരെ വൈകിയായിരിക്കും ചിന്തിക്കുക. അപ്പൊ ഇതിവിടെ ആദ്യമേ ചെയ്യാൻ പറയുന്നു. ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ആഗ്രഹം? ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ? ഓക്കെ, ആ ഉദ്ദേശം എന്ന് പറയുന്നത് സദുദ്ദേശമാണോ? മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണോ? അതോ മറ്റുള്ളവരെ മുന്നിൽ ജയിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണോ? അതൊരു കമ്പാരിസന്റെ പുറത്തുണ്ടായിട്ടുള്ളതാണോ? ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അതാണ് അപക്വമായിട്ടുള്ള ആഗ്രഹങ്ങൾ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓവർ തിങ്കിങ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു, ഓക്കെ ഒക്കെ ചെയ്യുന്നു, പക്ഷെ ഇങ്ങനെ ഉള്ളില് നെഗറ്റീവ് ചിന്ത മാത്രമേ ഉള്ളൂ. ഈ കാര്യം നടക്കില്ല, ഇത് നടക്കാൻ പോകുന്നില്ല, ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, നടന്നാലും നിലനിൽക്കില്ല, ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ കാട് കയറി നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് പോവുകയാണ്. അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നടക്കില്ല. കാരണം നിങ്ങളുടെ എനർജി എവിടെയാണ് കൂടുതലായിരിക്കുന്നത്? ഈ നെഗറ്റീവ് തോട്ട്സിലാണ്. അപ്പൊ നമ്മുടെ എനർജി എവിടെയാണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ആ കാര്യമാണ് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറുക. ഓക്കെ, അപ്പോ ഇവിടെ നെഗറ്റീവ് തോട്ട്സിലാണ് എനർജി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് മാറും. അപ്പൊ ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാറ്റി എടുക്കണം. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആ ജേർണി അത്ര എളുപ്പമായിരിക്കില്ല. ആ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതോടുകൂടെ നിങ്ങളിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളിൽ നല്ല നല്ല ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ആഗ്രഹത്തിനെ ഇടയിൽ ഉപേക്ഷിക്കാൻ പാടില്ല. ഓക്കെ, യൂണിവേഴ്സ് പല സമയങ്ങളിൽ നിങ്ങളെ പരീക്ഷിക്കും. എത്രത്തോളം ഈ ഒരു ആഗ്രഹം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്, ഓക്കെ, ഈ ആഗ്രഹം എത്രത്തോളം തീവ്രമാണ് നിങ്ങൾക്ക് എന്നത് യൂണിവേഴ്സ് പല അവസരങ്ങളിലും നിങ്ങളെ പല രീതിയിലും പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളൊക്കെ ജയിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആ ജയിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ പ്രസന്റ് മൊമെന്റിലായിരിക്കണം, ഫുള്ളി ഫോക്കസ് ആയിരിക്കേണ്ടത്. ഈ ആഗ്രഹത്തിലായിരിക്കണം നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ. അപ്പോഴാണ് നമുക്ക് യൂണിവേഴ്സ് പരീക്ഷിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ, യൂണിവേഴ്സിനെ ടെസ്റ്റ് ചെയ്യാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഒരു ആഗ്രഹം ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് നന്നായി ചിന്തിക്കാൻ പറയുന്നത്. അത്രയും നമ്മൾക്ക് ഒരു നമ്മുടെ എന്താ പറയാ, ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു സദുദ്ദേശം ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും, എന്തൊക്കെ ചാലഞ്ചസ് നമ്മുടെ മുന്നിൽ വന്നാലും ആ ആഗ്രഹത്തെ നമ്മൾ ഉപേക്ഷിക്കില്ല. ഓക്കെ, അത് അത്രയും നമുക്ക് പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് നമ്മളത് ഉപേക്ഷിക്കില്ല. അപ്പൊ അതാണ് ഇവിടെയും വേണ്ടത്. അപ്പൊ ഈ ഒരു മാനിഫെസ്റ്റേഷൻ, ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നത് കൂടുതൽ നല്ലതാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ഉയർത്തുന്നതിന് സ്പിരിച്വൽ പ്രാക്ടീസസ്, ഓക്കെ, യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുക്കുന്നത്, യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ സ്പിരിച്വൽ പ്രാക്ടീസസ് എന്തെങ്കിലും ഫോളോ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോ ഡെയിലി എന്താ പറയുക, ആരാധനാലയങ്ങളിൽ പോകാൻ പറ്റുമെങ്കിൽ പോകുക, ഓക്കെ, പ്രാർത്ഥനകൾ എത്തിക്കാം. അങ്ങനെ അതൊക്കെ കൺസിസ്റ്റന്റ് ആയി ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആ യൂണിവേഴ്സിനോട് അത്രയും അടുത്ത് നിൽക്കും. നമ്മൾ കൂടുതൽ എന്താ പറയാ, അവെയർ ആകും നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് കാണുന്നു. പിന്നെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണിയിലായിരിക്കുമ്പോൾ പല പുതിയ അറിവുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന, ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന പല പുതിയ അറിവുകളും പുതിയ കാഴ്ചപ്പാടുകളും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനൊക്കെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അതുപോലെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത, നിങ്ങളൊട്ടും ആവശ്യപ്പെടാത്ത നേരത്ത് നിങ്ങൾക്ക് പക്ഷെ അത്രയും ഉപകാരപ്പെടുന്ന സഹായങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ സജഷൻസ്, അഡ്വൈസസ് ഒക്കെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടെത്തിക്കും. അത് ചില വ്യക്തികളിലൂടെ ആയിരിക്കാം, ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങളിലേക്ക് വരുന്ന സഹായങ്ങൾ, അതും ലെജിറ്റ് ആണ്. അത് നിങ്ങൾക്കറിയാം, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കും എന്ന് നിങ്ങൾക്ക് അത്രയും ബോധ്യമുണ്ട് എങ്കിൽ അത്തരം സഹായങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. 2 കൈ നീട്ടി സ്വീകരിക്കണം. ഓക്കെ, എല്ലാത്തിലും ഉപരി ഡിവൈൻ ടൈമിങ്ങിനെ വിശ്വസിക്കുക, ഡിവൈൻ പ്ലാനിനെ വിശ്വസിക്കുക. നമ്മൾ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഡെഡ് ലൈൻ കീപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒരു ഹെൽത്തി വേ ആണ് ഞാൻ പറയുന്നത്. ഹെൽത്തി വേ ഇൻ ദ സെൻസ് നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർഡ് ആയിരിക്കണം. നമ്മളിങ്ങനെ പലരും പറയും ഡിമാൻഡ് ചെയ്യാം, കമാൻഡ് ചെയ്യാം എന്നൊക്കെ. നമ്മൾ യൂണിവേഴ്സിനായിട്ട് സറണ്ടർ ആയിരിക്കാം. ഓക്കെ, അത് ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണത്. നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർഡ് ആയിട്ട് ആ ഡിവൈൻ ടൈമിങ്ങിനെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കമാൻഡ് ചെയ്തും
ഓർഡർ ചെയ്തും അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഡിമാൻഡ് ചെയ്തും നമ്മൾ നേടിയെടുക്കുന്നതിനേക്കാൾ നമുക്ക് സംതൃപ്തി തരുന്ന രീതിയിൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അതിന് ക്ഷമ വേണം, ധൃതി പാടില്ല. നിങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ കമാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൺട്രോൾ തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഡിവൈൻ ടൈമിങ്ങിൽ ട്രസ്റ്റ് ചെയ്യുക, ഡിവൈൻ പ്ലാനിനെ വിശ്വസിക്കുക. നിങ്ങൾക്ക് നല്ലത് ആയ കാര്യം നല്ലതായ നേരത്ത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കും എന്ന് മനസ്സിലാക്കുക. ആ ഒരു വിശ്വാസം എപ്പോഴും മനസ്സിലുണ്ടാവണം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു ആഗ്രഹം നേടിയെടുക്കുന്ന ആ ഒരു യാത്രയിൽ നിങ്ങളുടെ കുറേ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ടാവും, കുറെ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ടാവും. അതിനെ ഒന്നും വില കുറഞ്ഞ് കാണാൻ പാടില്ല. ഓക്കെ, ഇത് കുഴപ്പമില്ല, പക്ഷെ ഇതല്ല ഞാൻ ആഗ്രഹിക്കണത്. അപ്പൊ പിന്നെ ലൈഫിൽ ചിലപ്പോ ഒരു എന്താ പറയാ, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചിലപ്പോ ഒരു മാറ്റം, നല്ലൊരു മാറ്റം സംഭവിക്കുകയാണ്. ഈ മാറ്റം നല്ലതൊക്കെയാണ്, പക്ഷെ ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ മാറ്റത്തിന് നിങ്ങൾ അക്നോളജ് ചെയ്യുന്നില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് എന്നുള്ളത് അത്രമേൽ നിങ്ങൾക്കൊരു അനുഭവത്തിൽ വരാം. നിങ്ങൾ അത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ അനുഭവത്തിൽ വരാം. അക്നോളജ് ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയാ. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ലേ, ഇതെല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കില്ലേ എന്ന് വെച്ച് കമ്പയർ ചെയ്യാതെ നിങ്ങൾക്ക് അത് പ്രഷ്യസ് ആണ് എന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് അത് ബ്ലെസ്സിങ് ആണ് എന്ന് മനസ്സിലാക്കുക. അതിന്റെ വലിപ്പച്ചെറുപ്പം നോക്കാതെ, ആ ബ്ലെസ്സിങ്ങിനെ, ആ ആഗ്രഹങ്ങളുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയാം. ആ ആഗ്രഹങ്ങൾ നടന്നതിന്, ഈ ബ്ലെസ്സിങ്സ് ലഭിച്ചതിന് ഒക്കെ യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഓക്കെ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ ഇമോഷണൽ ഫുൾഫിൽമെന്റിനുമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സെൽഫ് ലവ് കൂടെ ഇതിൽ ഇൻവോൾവ് ആയിരിക്കണം. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സ്നേഹവും കരുതലും ഒക്കെ നിങ്ങൾ സ്വയം നൽകണം. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. പ്രത്യേകിച്ച് ആ ആഗ്രഹങ്ങളെ മറ്റാർക്കും ദോഷമാകുന്നില്ല, ആ ആഗ്രഹം നടക്കുന്നത് വഴി മറ്റാർക്കും ദോഷം ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അത്തരം ആഗ്രഹങ്ങൾക്ക്, നിങ്ങളുടെ ആഗ്രഹത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു കാര്യം വരുമ്പോൾ, ഇപ്പൊ ജോലിയുടെ കാര്യത്തിൽ ചുറ്റുള്ളവർ നിങ്ങൾ ഇന്ന ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അത്രയും സന്തോഷം കിട്ടുക, സംതൃപ്തി കിട്ടുക അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ജോലി ചെയ്യുമ്പോഴാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, മറ്റുള്ളവർ പറയുന്നതിനല്ല. കാരണം ആ ജോലി ചെയ്യുന്നത് ആരാ? നിങ്ങളാണ്. ആ ജോലി ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്യുമ്പോഴാണ്, അതിൽ ഫുള്ളി ഇൻവോൾവ് ആയി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ വളർച്ച ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങളതൊരു മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ എന്താ പറയാ, കാലം ചെല്ലുന്തോറും നിങ്ങൾക്ക് അതിങ്ങനെ, നിങ്ങൾ അതിന് നിർബന്ധിതരാവുന്ന ഒരു ഫീൽ ഉണ്ടാവും. കാരണം നിങ്ങൾ അത് ഒട്ടും ആസ്വദിച്ചിട്ടല്ല ചെയ്യണേ, കാരണം നിങ്ങളുടെ ആഗ്രഹമേ അല്ല ഈ ജോലി. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെങ്കിൽ, അതായത് നിങ്ങളുടെ ആഗ്രഹത്തിന് പ്രാധാന്യം കൊടുത്ത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ സെൽഫ് ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. വീണ്ടും അത് തന്നെയാണ് പറയണത്. ഓക്കെ, ഈ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് പറയണു. അതായത് നിങ്ങളെ മറന്നുകൊണ്ടല്ല നിങ്ങൾ ഒരു കാര്യവും ചെയ്യേണ്ടത്. മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ഒരു റെസ്റ്റിംഗ് പീരീഡ്, അതിനൊക്കെ പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, വർക്ക് ചെയ്യാൻ ഒരു സമയം വെക്കുക, റെസ്റ്റ് ചെയ്യാൻ ഒരു സമയം വെക്കുക, ഒരു ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഹെൽത്തി ആയിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ ജേർണി ആയിരിക്കുള്ളൂ. മാനിഫെസ്റ്റേഷൻ ഓക്കെ, എനിക്ക് ഇന്നൊരു കാര്യമുണ്ട്, എനിക്കിത് നേടിയെടുക്കണം, ഇത് നേടിയെടുക്കണവർ എനിക്ക് ഊണില്ല, ഉറക്കമില്ല, ഞാൻ എന്താ പറയാ, എൻ്റെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കില്ല, ആരോഗ്യം ശ്രദ്ധിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ആഗ്രഹം ചിലപ്പോൾ നടക്കുമായിരിക്കും, പക്ഷെ അത് അനുഭവിക്കാൻ നിങ്ങൾ ചിലപ്പോൾ അധികം നാൾ ഉണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ടത് അനുഭവിക്കാൻ പറ്റില്ല. കാരണം പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള, അതുവരെ നിങ്ങൾ നെഗ്ലക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണിച്ചു തുടങ്ങും. പിന്നെ അതിനെ ശുശ്രൂഷിക്കാൻ നടക്കേണ്ടി വരും. അപ്പൊ അത് പാടില്ല. അതുപോലെ തന്നെയാണ് മെന്റൽ ഹെൽത്ത്. ഓക്കെ, അപ്പൊ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ശരിയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണം, അതിന് പ്രാധാന്യം വേണം. നിങ്ങളുടെ ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുക്കണം, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനും പ്രാധാന്യം കൊടുക്കണം, വിശ്രമത്തിനും പ്രാധാന്യം കൊടുക്കണം. നന്നായി വിശ്രമിച്ചാലേ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും പറ്റുള്ളൂ. അപ്പൊ ദിവസം ഒരു 8 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോഴാണ് നമുക്ക് വളരെ ആക്റ്റീവായിട്ട് നെക്സ്റ്റ് ഡേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2-3 മണിക്കൂർ മാത്രമൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ അങ്ങനെ അത്രയും ഉറക്കം ഒഴിച്ചു കഴിഞ്ഞാൽ ആസിഡിറ്റി പ്രശ്നങ്ങൾ വരും, ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവും, പിന്നെ ഭക്ഷണത്തിലെ ക്രമീകരണങ്ങൾ വരും, ആകെ ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ മാത്രമല്ല നമ്മൾ വളരെ ടയേർഡ് ആയിരിക്കും.
ഓക്കെ, വളരെ ടയേർഡ് ആയിരിക്കും. അപ്പോൾ ഇത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് നിങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ആരോഗ്യത്തിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണം, മാനിഫെസ്റ്റേഷൻ ചെയ്യണം, അതിനുവേണ്ടി അലൈൻഡ് ആക്ഷൻസ് എടുക്കണം. അതിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു കെയറും ഒക്കെ നിങ്ങൾ നൽകണം. നല്ല ഭക്ഷണം കഴിക്കണം, നന്നായി വിശ്രമങ്ങൾ വേണം. ഓക്കെ, ബ്രേക്ക് എടുക്കേണ്ട സമയത്ത് ബ്രേക്ക് എടുക്കണം. ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ. അപ്പൊ ഇനി നമ്മൾ നിങ്ങൾക്ക് എന്താ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സുമായി ബന്ധപ്പെട്ടിട്ട് യൂണിവേഴ്സിന് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഞാൻ ഈ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് തീയതികൾ കിട്ടിയിട്ടുണ്ട്. 8, 15, 16, 17, 28. ഇതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കാം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ജന്മനക്ഷത്രം മകയിരം, ചോതി, ആയില്യം. ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. കുംഭം രാശി, നിങ്ങളുടെ സോഡിയാക് സൈൻ കുംഭം രാശി ആകാനും സാധ്യതയുണ്ട്. സൺ മൂൺ റൈസിങ് കുംഭം രാശി ആയിരിക്കാം. മിഥുന മാസത്തിലായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ മിഥുന മാസം അല്ലെങ്കിൽ മിഥുന മാസത്തിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇംഗ്ലീഷ് മാസങ്ങൾ അതിലേതെങ്കിലും ഒന്നിലായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ നിങ്ങൾ ജനിച്ച ദിവസം, ആഴ്ച തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആൽഫബറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം തുടങ്ങുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റ്, ജ, ഹ, ഘ, പിന്നെ ഭ. നോക്കി, ഇത്രയും അക്ഷരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് ലഭിക്കുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ചുരുക്ക വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. അതിലൂടെ ഒന്ന് കടന്നു പോവുക, അത് വായിച്ചു നോക്കുക. താല്പര്യമുള്ള റീഡിംഗ് ബുക്ക് ചെയ്യുന്നതിന് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.